നിങ്ങൾ ഈ ഒരു കോംബോ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ another വീഡിയോ ഓഫ് ലെറ്റ്സ് ടോക്ക് മോർ ടെക്. ആസ് യു ഉള്ളോ, നമ്മൾ ഈ ചാനലിൽ ടെക് റിലേറ്റഡ് കോണ്ടന്റ്സ് മാത്രമാണ് ഡെലിവർ ചെയ്യുന്നത്. സോ എല്ലാ വീഡിയോയും പോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കോംബോ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ അതെങ്ങനെ വൈസായിട്ട് യൂസ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഇഷ്യൂ ആയിരിക്കും ഫയൽ ട്രാൻസ്ഫർ. ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ എയർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ഈസി ആയിട്ട് നടക്കാം. ഐഫോൺ ടു ഐഫോണും മാക്കിലേക്ക് ആയാലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിപ്പോ ഇവിടെ എയർ ഡ്രോപ്പ് സെലക്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് റിക്വസ്റ്റ് വരും എയർ ഡ്രോപ്പ് ആവുമ്പോൾ. ഇൻ കേസ് ഒരു വലിയ ഫയലൊക്കെയാണ് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വയേർഡ് വരും. ഇവിടെ നിങ്ങൾ അലോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ വയേർഡ് ട്രാൻസ്ഫറിലേക്ക് ചേഞ്ച് ആവുന്ന കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ട്രസ്റ്റ് വരും. അത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ വയേർഡ് ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കാണാൻ പറ്റും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടെ ഈ നവബാറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഐഫോൺ മിററിംഗ് എന്നിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളെ വൈഫൈയും ബ്ലൂടൂത്തും ഓൺ ആണെന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. സെയിം വൈഫൈയിലായിരിക്കും അത് കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ ഫോണ് നിങ്ങൾ സ്ക്രീൻ ഓഫ് ചെയ്യുക, എന്നിട്ട് ഇവിടെ കണക്ട് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഫോണിന്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം കേട്ടോ, നല്ല ട്രസ്റ്റ്ഫുൾ ആണെന്ന് വെരിഫൈ ആവുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇവിടെ കണക്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ എൻ്റെ ഐഫോൺ 13 ആണ്, 13 കണക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് നേരെ ഫോട്ടോസിൽ ചെല്ലുക. നിങ്ങൾക്ക് ഇവിടുന്ന് നേരെ നിങ്ങൾക്ക് ഏതൊക്കെ ഫോട്ടോസ് സെലക്ട് ആയിട്ട് ചെയ്യണോ അത് നിങ്ങൾ നേരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ഇവിടെ ഫുൾ സാധനം കോപ്പി ആയിട്ട് വരുന്നതാണായിട്ട്. ഇതും ഒരു ഓപ്ഷനാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിൽ എന്തെങ്കിലും ട്രബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും ഒരു ഓപ്ഷനാണ്. പിന്നെ ഈ മിറർ സ്ക്രീൻ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ബാക്കിലേക്ക് പോവാട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് എന്താണ് നിങ്ങളെ ഫോണിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ നിങ്ങളെ സ്ക്രീൻ ഓഫ് ആണെങ്കിലും ഇവിടുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ബ്രൗസ് ചെയ്യുന്നതായാലും എന്തായാലും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങളെ ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഐഫോണിൽ സഫാരി ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സഫാരി ബ്രൗസറിൽ നിങ്ങൾ ഏതെങ്കിലും ടാബ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ സെയിം ടാബിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിലും ചേരിക്കാം. നിങ്ങളുടെ മാക്ബുക്കിലും ഓപ്പൺ ആയി വരുന്നതാണ്. അതിപ്പോൾ രണ്ടും പെയ്ഡായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ സഫാരി ബ്രൗസറിന്റെ മേലെയായിട്ട് നിങ്ങൾക്കൊരു ഐക്കൺ ഇവിടെ കാണിക്കുന്നുണ്ടാവും. സഫാരി ബ്രൗസറിന്റെ മേലെ ഐഫോൺ 13 എന്നുള്ളൊരു ഇത് കാണിക്കുന്നത്. അപ്പോൾ സെയിം ആപ്പിൾ അക്കൗണ്ട് ആയതുകൊണ്ടാണ് അവിടെയും ഇവിടെയും സെയിം ടാബ് കാണിക്കുന്നത്. 2-3 തവണ ഓപ്പൺ ചെയ്തപ്പോൾ 3 ടാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇട്ട് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ സഫാരി ബ്രൗസർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നേരെ ഞാൻ ഇവിടുന്ന് ഈ ഒരു ടാബ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മേലേക്ക് വരും. ഷെയർ കൊടുത്തിട്ട് നേരെ നിങ്ങൾക്ക് മാക്ബുക്ക് എയറിലേക്ക് ഇത് ഷെയർ ചെയ്യാം. ടാബ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. സെയിം ടാബ് നിങ്ങൾക്ക് ഐഫോണിലും മാക്ബുക്കിലും ഓപ്പൺ ആയി വന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് ഷെയർ ചെയ്തെടുക്കണമെങ്കിൽ ഇതേപോലെ ടാബ് ഒന്ന് ഷെയർ ചെയ്ത്. അതേപോലെ നിങ്ങൾ ഇതേപോലെ മീറ്റിങ്ങിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മാക്ബുക്കിന്റെ ക്യാമറ പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇത് സ്വിച്ച് ചെയ്തിട്ട് ഐഫോണിന്റെ ക്യാമറയിലേക്ക് മാറ്റാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഐഫോണിന്റെ ബാക്ക് ക്യാമറ ഉള്ളത് കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഐഫോണിന്റെ ക്യാമറയിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ വീഡിയോ കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മൈക്കിലും സെറ്റപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങളെ മൈക്ക് ഇവിടെ ഐഫോണിന്റെ മൈക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം അതും സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ കസ്റ്റം കോമ്പിനേഷൻ ഐഫോണിന്റെ മൈക്രോഫോണും ഐഫോണിന്റെ ക്യാമറ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇത് മീറ്റിംഗൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് നോട്ട്സ്, ഫോട്ടോസ്, കാലണ്ടർ, കോണ്ടാക്ട്സ് എല്ലാം ഇവിടെ ഐഫോണിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, സേവ് ചെയ്ത് വെക്കുന്നത് നേരെ നിങ്ങളുടെ മാക്ബുക്കിലേക്കും സേവ് ആവും. പക്ഷേ
ഇവിടെ ഒരു പക്ഷേ വരാനുള്ള റീസൺ എന്താ വെച്ചാൽ നിങ്ങൾ iCloud സ്റ്റോറേജ് നിങ്ങളൊരു ആപ്പിൾ ഐ ഡിക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്താൽ ആ സെയിം ആപ്പിൾ ഐ ഡി വെച്ചാൽ ഇവിടെ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 5 GB മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിന് ലിമിറ്റ് വരുള്ളൂ സ്റ്റോറേജിന്റെ. 2 അക്കൗണ്ട് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പകുതി നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല. അപ്പൊ അതാണ് അവിടെ ഉള്ള ഒരു കൺസ്ട്രെയിൻ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പെയ്ഡ് ആയിട്ട് ഒരു 50 GB ഒരു എക്സ്റ്റൻഷൻ എടുക്കേണ്ടി വരും, മീൻസ് സ്റ്റോറേജ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് വർത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 75 രൂപ മന്ത്ലി വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ വൺസ് നിങ്ങൾ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ അതിലൊരു ഔട്ടില്ല. ഇന്നായ ഭയങ്കര ത്രില്ലായിരിക്കും എന്ന് പറയണ സംഭവം കുറച്ച് ഇതാണ്, എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാന്നുള്ളത്. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. അപ്പൊ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് സ്റ്റോറേജിന്റെ മീൻസ് നിങ്ങൾ 128 GB ഒരു സ്റ്റോറേജ് ഉള്ള ഒരു ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് മാക്ബുക്കിലേക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത ഫയൽസ് ഒക്കെ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടുന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്തെടുക്കലേ ഭയങ്കര കൺവീനിയൻസ് ആയിരിക്കും. അതല്ല നിങ്ങൾ വിൻഡോസിലൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇതിന് മുന്നേ വിൻഡോസിലായിരുന്നു യൂസ് ചെയ്തത്. അപ്പൊ അവിടെയൊക്കെ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ. വേറെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വേണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില ഫയൽസ് എടുക്കില്ല, ചില ഫയൽസ് ഫെയിൽ ആവും. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഈ മാക്ബുക്ക് എടുത്തത്. അപ്പൊ മാക്ബുക്കിലാണെങ്കിൽ പറഞ്ഞ ഇത് നമുക്ക് എല്ലാ കൺവീനിയൻസും ഉണ്ട്. ഈ ഒരു കോംബോ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടൈം സേവ് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ പ്രഷർ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ആകെയുള്ള ഒരു കൺസേൺ ഇത് മാത്രമാണ്, സ്റ്റോറേജിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. വിൻഡോസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 TB അങ്ങനെയൊക്കെ സ്റ്റോറേജ് വരും. ഇതിൽ നിങ്ങൾക്ക് 256 തൊട്ടിട്ട് അങ്ങോട്ട് വരും. 1 TB ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ 256 ആണ് ഞാൻ യൂസ് ചെയ്തിട്ട് സ്റ്റോറേജ് ഒക്കെ മീൻസ് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ടിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD പഴയ വിൻഡോസ് ലാപ്പിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ വിൻഡോസ് ലാപ്പ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ആ ഹാർഡ് ഡിസ്കും SSD റിമൂവ് ചെയ്തിട്ട് ഒരു കേസിങ് വെച്ചിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എന്തായാലും ഫ്യൂച്ചറിൽ ചെയ്യുന്നുണ്ട്. മീൻസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിന് വേണ്ടിയിട്ട് എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോ. ഇതേപോലെ ടെക് റിലേറ്റഡ് കോണ്ടന്റ്സിന് വേണ്ടിച്ച് അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇതേപോലെ നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അർജന്റ് ഒരു കോള് തന്നു, ഈ ഇരിക്കുന്നോർത്ത് എണീക്കാനും വയ്യാന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓൾറെഡി ഓക്കെ, നിങ്ങൾ ഇതേപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് കോള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ലാപ്പിൽ നോട്ടിഫിക്കേഷൻ വരും. ഇവിടുന്ന് നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനും പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് ആൻസർ ഓക്കെ. അപ്പം ഈ ഒരു യൂസും കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ സെയിം വൈഫൈ നെറ്റ്വർക്കിലാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സെയിം ആപ്പിൾ ഐ ഡിയിൽ കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ.